ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ബെത്താനം, സ്നേഹബഹുമാനപ്പെട്ട വെള്ളമരുന്നങ്കലച്ച, പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മായ സഹോദരങ്ങളെ, ശേഷവതിയായിട്ട് പ്രിയപ്പെട്ട SMYM അംഗങ്ങളെ, ദൈവം നമുക്ക് തന്ന വലിയ അനുഗ്രഹത്തിൻ്റെ നാടുകളായിരുന്നു ഇതെല്ലാം. നല്ല കാലാവസ്ഥയും നല്ല അനുഗ്രഹീതമായ ഒരു പശ്ചാത്തലവും നമുക്ക് ലഭിച്ചു. ധാരാളം ദൈവവചനം നമ്മൾ കേട്ടു, വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ സമാപനത്തിലാണ്. സമാപന ദിവസത്തിൽ ഏതാനും ചില ചിന്തകൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും അതുതന്നെ ആയ തിരുവചനത്തെക്കുറിച്ചും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഡൊമിനിക് അച്ഛൻ അതിമനോഹരമായ രീതിയിൽ നമ്മളോട് സംസാരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ചെറിയ ചിന്തകളാണ് എനിക്കും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ വർഷത്തിൽ ആയിരുന്നു. നമ്മളുടെ രൂപതയിലെ എല്ലാ ഇടവകളിലും കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകി. വൈദികരും മായ സഹോദരങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമെല്ലാം അതിൽ സജീവമായിട്ട് പങ്കെടുത്തു. കുർബാനയുടെ കാര്യമാണ് ഡൊമിനിക് അച്ഛനും എല്ലാ ദിവസവും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ആമുഖമായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസപ്രമാണം വരെയുള്ള ഭാഗം നമ്മളേത് കുർബാന എടുത്താലും, ദായിയാൻ മാറിയുടെ ആണെങ്കിലും തേഡോറിൻ്റെതാണെങ്കിലും നെസ്റ്റോറിസിൻ്റെതാണെങ്കിലും ഒരുപോലെയാണ്. അനാഫൊറയിലേക്ക് കയറുന്നിടം വരെ എല്ലാം ഒരുപോലെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ അതിമനോഹരമായ ഒരു പള്ളിയുടെ മദ്ബഹായിലാണ്, ത്രോണോസിലാണ്. എത്ര പ്രൗഢഗംഭീരമായ രീതിയിലാണ് ഈ ബലിപീഠം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ പന്തലിൻ്റെ ഹൃദയ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഒരു പള്ളിയുടെ, നമ്മളുടെ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട ഒരു പള്ളിയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ്. ഞാൻ കുർബാനയിലേക്ക് നമ്മൾ കയറുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്, ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ്, കുർബാന ആദ്യന്തം സുവിശേഷമാണ്, ദൈവവചനമാണ്. അത് നമ്മളുടെ പരിശുദ്ധ കുർബാനയും മലങ്കര സഭയുടെ കുർബാനയും ആദ്യന്തം ദൈവവചനമാണ്. ഒരു നിമിഷം വിശ്വാസ പ്രമാണം വരെയുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരിക. നമ്മൾ കുർബാന തുടങ്ങുന്നത് തന്നെ അന്നാ പെസഹ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് ഈശോ പറഞ്ഞ കാര്യം. 1 കൊരിന്തോസ് പൗലോസ് ആവർത്തിച്ച് പറയുന്ന കാര്യം തുടങ്ങുന്നത് തന്നെ ദൈവവചനവുമായിട്ടാണ്. വളരെ വേഗത്തിൽ നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, മലാഖമാരുടെ കീർത്തനമാണ്, ദൈവവചനമാണ്, സുവിശേഷത്തിൽ നിന്നാണ്. തുടർന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സുവിശേഷത്തിൽ നിന്നാണ്. പിന്നീട് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ സങ്കീർത്തനത്തിലേക്ക് അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്, തിരുസഭയുടെ പ്രാർത്ഥനയാണ്. പിന്നീട് നമ്മൾ ഉത്ഥാനഗീതത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിൻ്റെ ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യം നമ്മൾ വിളിച്ചു പറയുകയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2:10 പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ അത്.
ശിമോൻ പത്രോസ് നടത്തിയ വിശ്വാസ പ്രഖ്യാപനമാണ് അത് എന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മദ്ബഹാബിരി നമ്മളവിടെ തുറക്കുന്നത് മമുദിസായിൽ നമ്മൾ സ്വീകരിച്ച ആ കൃപ, സ്വർഗം തുറക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മളവിടെ മദ്ബഹാബിരി തുറക്കുന്നത്. പിന്നീട് നമ്മൾ ത്രൈശുദ്ധ കീർത്തനം, മലഹമാര് വിശ്രമമില്ലാണ്ട് സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യമാണല്ലോ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പിന്നീട് നമ്മൾ വായനകളിലേക്ക്, തിരുവചനങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. 4 വായനകൾ, 2 പഴയ നിയമത്തിൽ നിന്ന്, ബാക്കി പുതിയ നിയമത്തിൽ നിന്നും. പുതിയ നിയമത്തിലെ വായനയിലേക്ക് വരുമ്പോൾ, ലേഖനം വായിക്കുമ്പോൾ നമ്മളൊരു വിളക്കുമായിട്ട് സഹായികളുടെ ഒരാൾ അടുത്ത് നിൽക്കും. ഉത്ഥിതൻ്റെ പ്രകാശമാണ്, ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വലിയ പ്രദക്ഷിണമായിട്ടാണ് നമ്മൾ അൾത്താരയിൽ നിന്ന് ബേമായിലേക്ക് സുവിശേഷവുമായിട്ട് വരുന്നത്. അത് കർത്താവ് മനുഷ്യാവതാരത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ അടയാളമാണ്. സുവിശേഷം വായിക്കുമ്പോൾ 2 തിരികൾ കാർമ്മികൻ്റെ ഇടത്തും വലത്തും, അതൊന്ന് പഴയ നിയമത്തെയും 2 പുതിയ നിയമത്തെയും സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് നമ്മൾ പരിശുദ്ധ വചനത്തിൻ്റെ വ്യാഖ്യാനം, സുറായ കീർത്തനം, പഴയ നിയമ വായനകൾ കഴിഞ്ഞ ഉടനെ പിന്നീട് തുർഗാമ ലേഖനത്തിന് ആമുഖമായിട്ട്, തുടർന്ന് എങ്കർത്ത ലേഖനം, വീണ്ടും തുർഗാമ. പിന്നീട് നമ്മൾ തിരുവചനത്തിൻ്റെ വലിയ കൃപയുടെ അഭിഷേകമാണ് അവിടെയെല്ലാം കാണുന്നത്. ഒരുക്ക ശുശ്രൂഷയിലേക്ക് തിരുവചന വ്യാഖ്യാനം കഴിഞ്ഞ് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇവിടെയും നിങ്ങൾക്കറിയാം, പ്രധാന അൾത്താരയുടെ 2 വശത്തുമായിട്ട് ബെസ്ഗസാകൾ, ഹൗസ് ഓഫ് ട്രഷേഴ്സ് എന്നറിയപ്പെടുന്ന ബെസ്ഗസാകൾ, അവിടെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ വീഞ്ഞും വെള്ളവും അപ്പവും എല്ലാം വയ്ക്കുന്നത്. അതാഘോഷമായിട്ട് അൾത്താരയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ അത് നേരത്തെ തന്നെ അൾത്താരയിൽ എടുത്തു വയ്ക്കരുത്. 2 ഭാഗത്തു നിന്നും ഈശോ ഗാഗുൽത്തായിലേക്ക് പോയ ആ പ്രദക്ഷിണത്തിൻ്റെ ഓർമ്മകളായിട്ട് നമ്മളത് കൊണ്ടുവരികയാണ്. അൾത്താര കർത്താവിൻ്റെ ഖബറിൻ്റെ സിംബളാണ്. അവിടെ നമ്മൾ ഈ തിരുവസ്തുക്കൾ വെച്ച് ശോശപ്പ കൊണ്ട് മൂടുന്നു. കർത്താവിൻ്റെ ഖബറിൽ വസ്ത്രങ്ങൾ പൊതിഞ്ഞതിൻ്റെ അടയാളമാണ്. കാർമ്മികന് അതിനു മുമ്പ് കരങ്ങൾ കഴുകി തന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധമായ ഒരു കർമ്മമാണതും. ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛന്മാർ ധൃതി കൊണ്ടൊക്കെയാണ് 2 പാവങ്ങൾ കുഞ്ഞുങ്ങൾ കുർബാനയ്ക്ക് വിടാൻ നിൽക്കുമ്പോൾ വലിയ വലിപ്പമുള്ള ഉയരമുള്ള അച്ഛൻ കൈ കഴുകാനായിട്ട് ഒരു വിരലും ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ആ പിള്ളേർ കിടന്ന് വിഷമിക്കുകയാണ്. അച്ഛനും വിചാരിക്കണം, കുർബാനയ്ക്കിടയിൽ വിരലല്ല കഴുകുന്നത്, കരങ്ങളാണ്. കരങ്ങളും കാർമ്മികൻ കഴുകി തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ അത് ദൈവജനത്തെ കൂടെ കഴുകി വിശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണത്. പിന്നീട് തിരുവസ്തുക്കൾ താരയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ 3 തവണ കസായും ഇലാസായും തമ്മിൽ കൂട്ടി ചേർത്ത് നമ്മൾ ചെറിയ സ്വരം, അത് യഹൂദന്മാരുടെ യോം കിപ്പൂർ പ്രാർത്ഥനയുടെ സമയത്ത് അവർ നെഞ്ചത്ത് മാറത്ത് കൈയടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതീകമായിട്ടുള്ള കാര്യമാണ്. പ്രാസ കുർബാനയിലാണെങ്കിൽ ശോശപ്പ വിരിച്ച്
കാർമ്മികൻ 12 തവണ നിലം ചുംബിക്കുന്നുണ്ട്. ഈശോ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ പ്രതീകമായിട്ടാണ് അത് ചെയ്യുന്നത്. ഇതെല്ലാം നിർവഹിച്ചതിന് ശേഷമാണ് വിശ്വാസ പ്രമാണത്തിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാ സഭകളും പരിശുദ്ധ കുർബാനയിൽ മറ്റു തിരുക്കർമ്മങ്ങളിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രേദോ. ഖോർ ദാര്, ഹൃദയം കൊടുത്ത് വാങ്ങിയത് എന്നാണ് ക്രേദോ, വിശ്വാസ പ്രമാണം എന്ന വാക്കിൻ്റെ അർത്ഥം. തിരുസഭ നമ്മുടെ പൂർവികർ അവരുടെ വിശ്വാസം കൊടുത്ത് രക്തസാക്ഷിത്വം വരിച്ച് പുണ്യജീവിതം നയിച്ച് വാങ്ങിച്ച കാര്യമാണ്. അതാണ് ക്രേദോ. അത്രയും ഭാഗം എല്ലാ കുർബാനയുടെയും നമ്മളുടെ 3 കുർബാനക്രമങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഒരുപോലെയാണ്. പിന്നീട് നമ്മൾ അനാഫ്ര വർഷത്തിൽ 3 പ്രാവശ്യം നമ്മൾ 3 അനാഫ്രകൾ ഉപയോഗിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സുകളായിട്ടും ചിന്തകളായിട്ടുമെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളുമാണ്. പരിശുദ്ധ കുർബാന നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നലെ അച്ഛൻ്റെ ക്ലാസ്സിൽ ആദ്യന്തം അച്ഛൻ നമ്മളെ പഠിപ്പിച്ച് ഒരുക്കിയ കാര്യവും അതാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പരിശുദ്ധ കുർബാന ആദ്യന്തം ദൈവവചനമാണ്. അന്ന് പെസഹ തുടങ്ങി വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറയുന്നിടം വരെ എല്ലാം ദൈവവചനമാണ്. ഇത് രണ്ടും 2 കാര്യങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കാര്യം തന്നെയാണ്. തിരുവചനം സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച് വ്യാഖ്യാനിച്ച അതിവിശിഷ്ടമായ കാര്യമാണ് പരിശുദ്ധ കുർബാന. അതിലെ ഓരോ വാക്യത്തിലും ദൈവവചനമാണുള്ളത്. നമ്മൾ പലപ്പോഴും അവിവേകം മൂലം തിരിച്ചറിയാണ്ടും ഗൗരവതരമായിട്ട് ചിന്തിക്കാതെ വിട്ട് കളയുന്നതുമായ കാര്യമായിട്ട് ചിലപ്പോഴെങ്കിലും അത് വരാം. കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ ഏതാനും ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിവുള്ള കാര്യമാണ്. ഇന്നലെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ചിലപ്പോഴെങ്കിലും അല്പം പ്രയാസം കാണുമെന്ന് മാത്രമേ ഉള്ളൂ. ആമുഖമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. കുർബാന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ റീചാർജ്ഡ് ബാറ്ററീസായിട്ട് മാറുന്നത്. കുർബാനയാണ് പ്രൈമറി ആയിട്ടുള്ള തിയോളജി, അടിസ്ഥാനപരമായിട്ടുള്ള ദൈവശാസ്ത്രം. കുർബാനയാണ് അല്ലെങ്കിൽ ലിറ്റർജി പൊതുവെയാണ് നമ്മളുടെ സഭയുടെ ആത്മാവായിട്ട് നിലനിൽക്കുന്നതും എപ്പോഴും നമ്മൾ കരുതുന്നതും. വൈദികരായി ഞങ്ങൾ ലിറ്റർജിയുടെ നിർമ്മാതാക്കളല്ല. വി ആർ നോട്ട് ക്രിയേറ്റേഴ്സ് ഓഫ് ദ കുർബാന ഓർ ദ ലിറ്റർജി. വി ആർ ഓൺലി സ്റ്റുവർഡ്സ്. ഞങ്ങൾ ശുശ്രൂഷകർ മാത്രമാണ്. ലിറ്റർജി, കുർബാന, പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈസ് എ ഹാർഷ് മിസ്ട്രസ്. നല്ല ഗൗരവ സ്വഭാവമുള്ള ഒരു ടീച്ചറാണ് ലിറ്റർജി. ചൂരൽവടിയാണ് ലിറ്റർജി. നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് നേർവഴി കാട്ടിത്തരുന്ന അധ്യാപകൻ്റെ സ്ഥാനത്താണ് അത് നിൽക്കുന്നത്. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്ത് കുർബാന ആദ് ഓറിയന്തം, കിഴക്കോട്ട് തിരിഞ്ഞ്
കിഴക്കിന് അഭിമുഖമായിട്ട് അർപ്പിക്കുന്നത് ഈശോയുടെ രണ്ടാമത്തെ വരവ് നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ വേണ്ടിയാണ്. കുർബാന അർപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഈശോ വരുന്നത്, ഈശോ വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കിന് അഭിമുഖമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. നമ്മളുടെ എല്ലാ പ്രബോധനങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് കുർബാനയാണ്. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സാങ്ച്വറി പ്രീസീഡ്സ് ഔള. ഔള എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് റൂമാണ്. ഏത് ക്ലാസ് റൂമാണ്? സാങ്ച്വറി മദ്ബഹയാണ്. സാങ്ച്വറി പ്രീസീഡ്സ് ഔള. ക്ലാസ് റൂമിൽ, പൊതുവേദിയിൽ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുവോ അതിനെ സാധൂകരിക്കേണ്ടത് അതിനു മുമ്പ് നമ്മൾ അർപ്പിച്ച കുർബാനയാണ്. സാങ്ച്വറി പ്രീസീഡ്സ് ഔള. നമുക്ക് മനസ്സിൽ തോന്നുന്നതെല്ലാം പറയാനുള്ള വേദിയല്ലല്ലോ ക്ലാസ് റൂംസ്. എന്താണോ നമ്മൾ സാങ്ച്വറിയിൽ, മദ്ബഹായിൽ അർപ്പിച്ചത്, എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത്, അതാണ് നമ്മൾ പൊതുവേദിയിൽ പറയുന്നത്. ഇപ്പോൾ ഡൊമിനിക് അച്ഛൻ അർപ്പിച്ച ആ കുർബാനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സാങ്ച്വറിയിൽ, ഈ മദ്ബഹായിൽ അദ്ദേഹം പരികർമ്മം ചെയ്ത പവിത്രമായ ആ കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും സാങ്ച്വറി കുർബാന പ്രീസീഡ്സ് അവർ ആക്ടിവിറ്റീസ്. എല്ലാ അവസരങ്ങളിലും ഏതെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ വിട്ടുകളയരുത്. നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്, ദൈവാരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. രണ്ടാം വത്തിക്കാൻ സുനകദോസ് നടന്ന അവസരത്തിൽ 23-ാം ജോൺ മാർപ്പാപ്പ നടത്തിയ ഏറ്റവും വിപ്ലവകരമായ കാര്യം പൗരസ്ത്യ സഭകളുടെ പത്രിയാർക്കീസുമാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ അവരുടെ ഭാഷയിൽ പൗരസ്ത്യ കുർബാനക്രമങ്ങൾ രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ ഫോർമലായിട്ടുള്ള പൊതുസമ്മേളനങ്ങളിലെല്ലാം അനുഷ്ഠിച്ചിരുന്നു. ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. അന്നെല്ലാം ലത്തീൻ ഭാഷയിൽ മാത്രമേ കുർബാന അർപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മാർപ്പാപ്പ പറഞ്ഞതുപോരാ, പൗരസ്ത്യ സഭകളുടെ കുർബാനക്രമങ്ങൾ നമ്മൾ കാണണം, നമ്മൾ പഠിക്കണം. പിന്നീട് കൗൺസിലിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ആ കുർബാനകളാണ് അവിടെ നടന്ന പ്രസംഗങ്ങളെക്കാൾ ഈ കൗൺസിലിന് ഒരു ഉന്മേഷം നൽകിയത് എന്നാണ്. ദ വേ ദ കൗൺസിൽ യൂസ്ഡ് വാസ് ദി ഓറിയൻ്റൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ. പൗരസ്ത്യ സഭകളുടെ സുറിയാനിയിലും ഗ്രീക്കിലും എത്യോപ്യൻ ഭാഷയിലും എല്ലാം പരിശുദ്ധ കുർബാന അവിടെ അർപ്പിച്ചപ്പോൾ അത് അവിടെ കൂടിയ 2000 രാക്കന്മാർക്ക് വലിയ ഒരു അനുഭവമായിരുന്നു. കുർബാനയാണ് ഏറ്റവും വലിയ അനുഭവം. കുർബാനയുടെ മൗലികമായിട്ടുള്ള ആ ആഭിമുഖ്യമാണ് നമ്മളെ കർത്താവിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും പിടിച്ച് നിർത്തുന്നത്. വലിയ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് നത്തിങ് ട്രൂവർ, ഗ്രേറ്റർ, ബെറ്റർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ലിറ്റർജി. ലിറ്റർജിയേക്കാൾ വലുതും സത്യവും സൗന്ദര്യവുമുള്ളതായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ സഭയായിട്ടിരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവരാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവവും വലിയ സമൂഹമായിട്ട് 10,000-ത്തിലധികം ആളുകൾ ഒന്നിച്ചിരുന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് നമ്മളുടെ വിശിഷ്ടമായ വിശ്വാസ പ്രമാണത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യങ്ങളെയും എല്ലാം സംരക്ഷിക്കുകയാണ്. പണ്ടൊക്കെ എത്രയോ ശുഷ്കാന്തിയോടുകൂടിയാണ് ഞങ്ങളൊക്കെ കൊച്ചുങ്ങളായിരുന്നപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു തരും, പാതിരാ മുതൽ നമ്മൾ ഉപവസിക്കുകയാണ്, ഉമിനീര് പോലും ഇറക്കരുത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്. പാതിരാ മുതൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ്
പള്ളിയിലേക്ക് പോകുന്നത്. കുർബാന സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി കുടിക്കുന്നിടം വരെ വഴിയിൽ തുപ്പരുത് എന്ന് മാതാപിതാക്കൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അതാണ് പരിശുദ്ധ കുർബാന. അതായിരുന്നു നമ്മൾ കാത്തു സൂക്ഷിച്ച വലിയ പാരമ്പര്യം. പാതിരാ മുതൽ ഉപവസിച്ച് കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വഴിയിൽ തുപ്പാൻ പോലും അനുവാദമില്ലായിരുന്ന, അനുവാദത്തെക്കാൾ അങ്ങനെയുള്ള ഒരു വിശുദ്ധമായ കോട്ട കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ നസ്രാണികൾ, അല്ലെങ്കിൽ ഭാരതത്തിലെ പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരായ നമ്മൾ. അങ്ങനെയുള്ള വിശുദ്ധമായ പാരമ്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അതെല്ലാം വലിയ ദൈവശാസ്ത്രം അവർക്കറിയത്തില്ലായിരുന്നെങ്കിലും ഈ കുർബാന എങ്ങനെയാണ് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത്, അതിലേക്കുള്ള നമ്മുടെ കരുതലുകൾ എപ്രകാരം ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. നമ്മൾ ഈ ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ വിശുദ്ധയ്ക്ക് പള്ളിയിൽ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ പോകുന്ന വഴി കാണുന്ന ഏറ്റവും കൗതുകകരമായ കാര്യം എല്ലാവരും പള്ളിയിലേക്ക് ഓടുകയാണ്. കുർബാന കാണാൻ വേണ്ടി നമ്മളുടെ ആളുകളെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് ഓടുന്ന ആ കാഴ്ച ഈ ലോകത്തെ ഏറ്റവും വിസ്മയകരമായ കാര്യമാണെന്ന് ഞാൻ കരുതുകയാണ്. എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. ഭക്തശ്രീകൾ ഈശോയുടെ കല്ലറയിലേക്ക് ഓടിയതിൻ്റെ തുടർച്ചയാണത്. പത്രോസും യോഹന്നാനും കല്ലറ ശൂന്യമാണെന്ന് കേട്ടപ്പോൾ അവിടേക്ക് ഓടിയതിൻ്റെ തുടർച്ചയാണത്. ശൂന്യമാക്കപ്പെട്ട കല്ലറ ഉത്ഥാനം ചെയ്തതിൻ്റെ അടയാളമാണ്. ഉത്ഥാനത്തിൻ്റെ ആ വലിയ രഹസ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ലോകം മുഴുവനും ക്രൈസ്തവർ, കത്തോലിക്കർ പള്ളിയിലേക്ക് ഓടുന്നത്. പണ്ടൊക്കെ എല്ലാ ദിവസവും ഓടുമായിരുന്നു. ഇപ്പോൾ ഞായറാഴ്ചയാണ് കൂടുതലായിട്ടുള്ളത്. എങ്കിലും നമുക്കതെല്ലാം കുറേ എങ്കിലും സംരക്ഷിക്കുവാനും പരിരക്ഷിക്കുവാനും ഒക്കെ സാധിക്കുന്നത് വലിയ കാര്യമാണ്. ഈ ഓട്ടം നമ്മൾ നിർത്തരുത്. നമുക്ക് ഓടേണ്ട ഓട്ടം കുർബാനയിലേക്കാണ്, ആ വലിയ രഹസ്യത്തിലേക്കാണ്. അത് സംരക്ഷിക്കുന്ന സഭയുടെ വിശിഷ്ടമായ ആ പാരമ്പര്യത്തിലേക്കാണ്. അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിന് കൂടുതൽ ഉന്മേഷവും ഉണർവുമെല്ലാം ഉണ്ടാകുന്നത്. യുക്കരിസ്റ്റിക് അമേസ്മെൻ്റ് ജോൺ പോൾ മാർപ്പാപ്പായുടെ പ്രയോഗശൈലിയാണല്ലോ പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ആ വിസ്മയം. എത്രയോ സുന്ദരമായ പ്രാർത്ഥനാ സമുച്ചയമാണ് തേഡോറിൻ്റെ അനാഫ്ര. ആ വിസ്മയമാണ് നമ്മുടെ ജീവിതത്തിന് എന്നും കരുത്ത് പകരുന്നത്. ഒരു ലിറ്റർജിക്കൽ ഹോസ്പിറ്റാലിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റിയാണ്. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ലിറ്റർജിക്കൽ ഹോസ്പിറ്റാലിറ്റി. നമ്മുടെ കുർബാന അത്യന്തം അതീവ സമ്പന്നമായ പ്രാർത്ഥനയാണ് എന്ന് നമുക്കറിയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ്. കുർബാനയുടെ ആരംഭം മുതൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം പാടുകയാണ്. ഓരോ പ്രാർത്ഥനയും കഴിയുമ്പോൾ ഒന്നെങ്കിൽ സകലത്തിൻ്റെയും നാഥ എന്നേക്കും മറാതുകോ അതാണ് സകലത്തിൻ്റെയും നാഥ എന്നേക്കും, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, അതെല്ലാം സുവിശേഷത്തിൽ നിന്നുള്ള കാര്യമാണ്. എല്ലാ പ്രാർത്ഥനകളും സകലത്തിൻ്റെയും നാഥ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ റൂഹായുമായ സർവേശ്വര. അങ്ങനെയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ജീനിയസാണ്, ആത്മാവാണ് നമ്മൾ അർപ്പിക്കുന്ന കുർബാന എന്ന് നമ്മൾ തിരിച്ചറിയണം. സകലത്തിൻ്റെയും നാഥ എന്നുള്ള പ്രാർത്ഥന ഇന്ന് നമ്മുടെ രൂപതയിൽ കുട്ടികളും മുതിർന്നവരും എല്ലാം പാടുന്ന പാട്ടാണല്ലോ. ലാ കുമാര എന്ന് പാടാവോ? ബാക്കി ഇത് കൊല്ല പഠിക്ക് മൗദേനാൻ ഈശോ മിശിഹ ശബഗീന. ഓക്കെ, അങ്ങനെ നമ്മൾ അത് 3 പ്രാവശ്യം പാടുകയാണ്. പിന്നെ നമ്മൾ ദൈവം പരിശുദ്ധനാകുന്നു. എല്ലാ പിള്ളേർക്കും അറിയാം. കുർബാനയ്ക്കൊക്കെ ഞായറാഴ്ച ചെല്ലുമ്പോൾ എന്ത് രസമാണ്. ഒന്ന് പാടിക്ക്. കന്ദീശ ആലാഹ കന്ദീശ അയൽസാന കന്ദീശാലം മായോസ യശുരാഗം ആലൈൻ. മനോഹരമായ പ്രാർത്ഥനയാണ്. മലങ്കര കുർബാന പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം. അവരുടെ പ്രാർത്ഥനയും ഒരു ശ്രീയാനിയിലും മലയാളത്തിലുമൊക്കെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അങ്ങനെയെല്ലാം ദൈവം സംസാരിച്ച ഭാഷയിലൂടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ്. നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാം, പക്ഷെ നമ്മളതെല്ലാം കീർത്തനങ്ങളായിട്ട്, പാട്ടുകളായിട്ട്, അതിമനോഹരമായ കാര്യങ്ങളായിട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ്. നമുക്ക് സുവിശേഷം കൊണ്ട് വെഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ മതി. അതാണ് കാര്യം. അവിടെ നമ്മൾ ആഘോഷമായ കുർബാന ചെല്ലുമ്പം സ്ലാമ നിങ്ങൾക്ക് സമാധാനം. ഈശോയുടെ വാക്കുകളാണ്, ഈശോയുടെ വാക്കുകളാണ്. അങ്ങനെ നമ്മൾ കുർബാനയിലെ ഓരോ വാക്കും ഓരോ പ്രാർത്ഥനയും നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോഴാണ്, നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ ഹൃദയത്തിൽ എടുക്കുമ്പോഴാണ് അതിൻ്റെ മഹിമയും അതിൻ്റെ മഹത്വവും എല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയിലും നമ്മുടെ വല്യച്ഛന്മാരൊക്കെ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെ സ്മരണ ഉണ്ടാകട്ടെ. ആണ് ഞാനൊരു 3 വയസ്സുള്ളപ്പോൾ പഠിച്ചെടുത്ത പ്രാർത്ഥനയാണ്. കയ്യൂര് വിചാരിച്ചന്മാർ കുർബാനയിൽ പാടുന്ന പാട്ട് കേട്ട് ഞാൻ പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ ആഘോഷമായിട്ട് പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ കുറേ കൂടെ വിസ്തൃതമായ ശാസ്ത്രീയമായ രീതിയിൽ പാടുന്നു എന്നേ ഉള്ളൂ. കുർബാന മുഴുവനും തിരുവചനമാണ്. കുർബാനയിലെ പ്രാർത്ഥനകൾ ലെക്സിയോ ദിവീന പോലെ ഡിവൈൻ റീഡിംഗ്, പരിശുദ്ധമായ വായനകളിലൂടെ നമ്മൾ കാണേണ്ടതാണ്. നമ്മളുടെ ഇഷ്ടം പോലെ കൂട്ടാനും കുറയ്ക്കാനും മാറ്റിവെക്കാനും നമുക്ക് അവകാശമില്ലാത്ത കാര്യം കൂടിയാണ്. നമ്മുടെ പൂർവികർ അതെല്ലാം അറിഞ്ഞു സംരക്ഷിച്ചു. അതുകൊണ്ടാണ് നമുക്ക് അതിമനോഹരമായ ഈ പ്രാർത്ഥനകളും കുർബാനകളും കുർബാനക്രമങ്ങളും യാമപ്രാർത്ഥനകളും ഈശോനാമ പ്രാർത്ഥനകളും എല്ലാം ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ രൂപത മുഴുവനും കുർബാനയുടെ വർഷം ആചരിച്ചപ്പോൾ, ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയപ്പോൾ നമുക്കത് വലിയ ഉണർവിൻ്റെ, ആത്മാവിലുള്ള ഒരു കുതിപ്പിൻ്റെ അവസരമായിട്ട് ഭവിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. കുർബാനയുടെ
വേദശാസ്ത്രപരമായ തിരുവചനത്തിൻ്റെ അടിത്തറ ഡൊമിനിക്കച്ചൻ ഇന്നലെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് പല തിരുവചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഞാനൊരു വാക്ക് 6-ാം അധ്യായത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ ആമുഖമായിട്ട്. യോഹന്നാൻ അടയാളങ്ങൾ കൊണ്ട് സുവിശേഷം സമ്പന്നനാക്കിയ വ്യക്തിയാണ്. 7 അത്ഭുതങ്ങൾ, 7 അടയാളങ്ങൾ. വെള്ളം വീഞ്ഞാക്കുന്നു, രാജ്യസേവകന്റെ മകനെ സൗഖ്യപ്പെടുത്തുന്നു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം, അന്ധന് കാഴ്ച, കടലിന് മീതെ നടന്നു, ലാസറിനെ ഉയർപ്പിച്ചു. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മുഖ്യമായ പ്രതിപാദനങ്ങൾ. ഇതിനെയാണ് അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഈശോ അന്ത്യത്താഴത്തിലിരുന്നപ്പോൾ വിശുദ്ധ പാരമ്പര്യം പറയുന്നത് ഓരോ ശിഷ്യനും എല്ലാ ശിഷ്യന്മാർക്കും അപ്പത്തിൽ നിന്ന് 1 കഷ്ണം കൊടുത്തപ്പോൾ യോഹന്നാന് 2 കഷ്ണങ്ങൾ കൊടുത്തു എന്നാണ്. അതാണ് വിശുദ്ധ പാരമ്പര്യം. യോഹന്നാൻ 1 അവിടെ വെച്ച് ഭക്ഷിച്ചു, 1 അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. സ്ലീഹന്മാർ എല്ലാ രാജ്യങ്ങളിലേക്കും സുവിശേഷം പ്രസംഗിക്കാൻ പോയപ്പോൾ അതിൻ്റെ ഒരംശം അദ്ദേഹം കൊടുത്തുവിട്ടു എന്നാണ് പാരമ്പര്യം. വിശുദ്ധ പുളിപ്പ് മൽക്ക എന്നറിയപ്പെടുന്നതാണ്. യോഹന്നാന് ഈശോ വിശേഷവിധിയായിട്ട് കൊടുത്ത അന്ത്യത്താഴത്തിലെ ആ അപ്പം, അതാണല്ലോ വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ ഒരംശം യോഹന്നാനിൽ നിന്ന് എല്ലാ ശിഷ്യന്മാർക്കും കിട്ടി. നിങ്ങൾക്കറിയാം, ശിഷ്യന്മാർ പലരും സുവിശേഷം കണ്ടിട്ടില്ല, അന്നേരം എഴുതിയിട്ടില്ല, കണ്ടാൽ തന്നെ അവർ വായിച്ചിട്ടില്ല, വായിച്ചാൽ തന്നെ മുഴുവൻ മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷേ അവർ ലോകം മുഴുവനും പ്രസംഗിച്ചത് ഉദ്ധാനം ചെയ്ത ഈശോയെക്കുറിച്ചാണ്. അവരർപ്പിച്ച കുർബാന പരിശുദ്ധ കുർബാനയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ലോകം മുഴുവനും അവർ വഴി കിട്ടിയ ആ വിശുദ്ധ പാരമ്പര്യമാണ് നമ്മളും ശേഷവിധിയായിട്ട് നമ്മളുടെ സഭ ഒരു നേരിട്ടുള്ള ശ്ലൈഹിക പരിശുദ്ധിയിൽ നിന്ന് നമുക്ക് കാത്തു സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. 6-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ തെറ്റിപ്പോറ്റിയ ഭാഗമാണ് ആദ്യം. ശിഷ്യന്മാർ പേടിച്ചു, അവർ ഉറങ്ങാൻ തുടങ്ങി. നിങ്ങളധികം പേർ ഉറങ്ങുന്നില്ല, എങ്കിലും ഉറക്കം നമുക്ക് സഹജമായിട്ടുള്ളതാണ്, അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. അവർ പറഞ്ഞു, നേരം പോയി, ആളുകൾ കൂടുതലാണ്, നമുക്കിവരെ പറഞ്ഞയക്കാം, അവർ വീടുകളിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ പോകട്ടെ. അപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? അവരെന്താ പറഞ്ഞേ? 5 അപ്പം. ഈശോ അത് വാങ്ങിച്ചു, ആശീർവദിച്ചു, മുറിച്ച് വിളമ്പാനായിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചു. നല്ല പന്തികളായിട്ട്. അച്ഛന്മാരൊക്കെ പള്ളിയിൽ പറയുമല്ലോ, സ്ത്രീകൾ ഇന്ന സൈഡിൽ, പുരുഷന്മാർ ഇന്ന സൈഡിൽ, ഒരു ബെഞ്ചിൽ ഇത്ര പേര്, കുട്ടികൾ മുമ്പിൽ, അവർ മുട്ട നിൽക്കണം, അവരിരിക്കണം, പന്തി പന്തിയായിട്ട് ഇരുത്താനായിട്ട് ഈശോ വന്ന് സ്ത്രീയന്മാരെ പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ അച്ഛന്മാരെ ഓർത്ത് വിഷമിക്കരുത്. അന്ന് ഈശോ പഠിപ്പിച്ച കാര്യമാണ്. പന്തി പന്തിയായിട്ട് ഇരുത്തി വിളമ്പി എല്ലാവർക്കും കൊടുത്തു. മിച്ചം വന്നു 12 കൊട്ടകൾ. അത് പിന്നീട് 12 സ്ലീഹന്മാരുടെ വലിയ സവിശേഷതകളായിട്ട് അവർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി. മിച്ചം വന്ന കഷ്ണങ്ങൾ പരിശുദ്ധ കുർബാനയിലേക്കുള്ള സൂചനയാണ്. ഇന്നലെ അച്ഛൻ മനോഹരമായിട്ട് കുർബാനയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതാണ്. ഞാനും ഇപ്പോൾ ഇതുവരെ അരമണിക്കൂറോളം പറഞ്ഞല്ലോ, പലതും നമുക്ക് മനസ്സിലാക്കി കാണുകയില്ല. മിച്ചം വരികയാണ്, പിന്നെ പഠിക്കാം, ഇത് ഹെവിയാണ്, പിന്നെ ആട്ടെ, അല്ലെങ്കിൽ ഞാൻ പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. മിച്ചം വന്ന കഷ്ണങ്ങൾ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നാൽ മതി. സ്ലീഹന്മാർ ചെയ്തത് അതാണ്. അവരിതെല്ലാം പവിത്രമായിട്ട് സൂക്ഷിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സംഭവം ഇങ്ങനെ 10,000 ആളുകൾ, 5000 പുരുഷന്മാർക്ക് 5000 സ്ത്രീകളെങ്കിലും ഉണ്ടാവുമല്ലോ, കുറഞ്ഞത്. അവരുടെ മക്കളും അവിടെയുണ്ട്. ആ വലിയ ക്രൗഡ്, ശിഷ്യന്മാർ പറഞ്ഞു, അവരെ നമുക്ക് സ്കാറ്റർ ചെയ്യാം, അവരെ പറഞ്ഞയക്കാം,
ഈശോ പറഞ്ഞു, നോ, അവരെ നമുക്ക് ഗ്യാദർ ചെയ്യണം. അതാണ് യൂക്കരിസ്റ്റ്. അവരെ നമുക്ക് ഗ്യാദർ ചെയ്യണം, ഒന്നിപ്പിക്കണം. സ്കാറ്റർ ചെയ്യരുത്, അവർ വീട്ടിൽ പോകട്ടെ എന്ന് പറയരുത്, ഒന്നായിട്ട് നിർത്തണം. നിങ്ങൾക്ക് കൈവശമുള്ളത് കൊടുത്താൽ മതി. നിങ്ങളുടെ കൈവശം എത്ര എണ്ണമുണ്ട് അത് കൊടുക്കാൻ മനസ്സായാൽ മാത്രം മതി. അതാണ് ഗ്യാദറിങ്. അവിടെയാണ് സഭയായിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സംഭവം, ഈ ക്രൗഡിരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു പയ്യൻ, ഒരു യഹൂദ ബാലൻ ഈ 5 അപ്പം വിറ്റ് തീർത്ത് അവനൊന്ന് വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലും സാധനം വേറെ മേടിക്കാൻ വേണ്ടി ജനക്കൂട്ടത്തിൽ കൂടെ നടക്കുകയാണ്. അത് അവർ കണ്ടു. ആ ബാലൻ തലയിൽ ഭാരമായിട്ട് കൊണ്ടു നടന്നിരുന്ന അപ്പം, 5 അപ്പം, അതെന്തായിരുന്നു അറിയാവോ? മോശയുടെ 5 പുസ്തകങ്ങളാണ്. യഹൂദന്മാരും ഇന്ന് നമ്മളും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഉൽപ്പത്തി മുതലുള്ള 5 പുസ്തകങ്ങളാണ്. അത് യഹൂദന്മാർക്ക് ഭാരമായിട്ട് തോന്നി, ചുമടായിട്ട് തോന്നി. എന്താണ് കാരണം? അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ആ ബാലൻ്റെ തലയിലെ ചുമട് വാങ്ങിച്ച് ആശീർവദിച്ചു കൊടുത്തപ്പോൾ, പഴയ നിയമം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ആ ക്രൗഡ് നിറയെ സംതൃപ്തിയാണ് കാണിക്കുന്നത്. ഉത്ഥാനത്തിൻ്റെ, ഉത്ഥിതൻ്റെ ആ സന്ദേശം മുൻകൂട്ടി അവിടെ കൊടുക്കുകയാണ്. ആ അപ്പത്തെ മുറിക്കുകയാണ്, പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുകയാണ്. അതിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സംഭവമാണ്. അതേ തുടർന്നാണ് ഈശോ വലിയ സന്ദേശം 6-ാം അധ്യായത്തിലേക്ക് കൊടുക്കുന്നത്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ സംസാരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു ഭാഗമാണത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. അത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള, നല്ല അച്ഛൻ്റെ ക്ലാസ് നമ്മൾ കേട്ടതാണ്, വിപ്ലവാത്മകമായ കാര്യമാണവിടെ. നമ്മളവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ഞാൻ നല്ല ഇടയനാണ്, നിങ്ങൾ ആടുകളാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആളുകളൊരു പിണക്കം കാണിച്ചില്ല. അവർ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാ കുഴപ്പമിരിക്കുന്നത്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, വഴിയാണ്, ജീവനാണ്, മുന്തിരി ചെടിയാണ്. അവരെ സ്പർശിക്കുന്ന വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നിയില്ല. അവരതിന് കാര്യമായ എതിർപ്പുകൾ ഒന്നും കാണിച്ചില്ല. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വിട്ടില്ല. അവർ നിലപാടുകൾ കടുപ്പിച്ചു, വലിയ എതിർപ്പുകൾ ഉണ്ടായി. ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ചലഞ്ചായിട്ടാണ് അവർ എടുത്തത്. അവർക്ക് മനസ്സിലായി, ഞാൻ മുന്തിരിവള്ളിയാണ്, വെളിച്ചമാണ്, വഴിയാണ്, ഇടയനാണ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ല, ഈശോ ഒരു ചുവട് മാറി ചവിട്ടുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടെന്നില്ല, അച്ഛനും പറഞ്ഞു, വളരെയേറെ പേര് വിട്ടുപോയി. വളരെയേറെ പേര് പിന്നീട് ഒരിക്കലും അവനെ കണ്ടിട്ടില്ല, അവനെ കേട്ടിട്ടില്ല. ഇന്നും അങ്ങനെയാണല്ലോ. ഈശോയെ കേൾക്കാത്ത, പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാത്ത എത്രയോ പേരുണ്ട്. പിന്നീട് ഒരിക്കലും അവർ ഈ കുർബാനയിലേക്ക് വന്നിട്ടില്ല, ഈ കർത്താവിനെ കേട്ടിട്ടില്ല. വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള കാര്യമായിരുന്നല്ലോ ഈശോ പറഞ്ഞത്. ശിഷ്യന്മാർക്ക് വലിയ മനപ്രയാസം വന്നു. അവരുടെ മുഖം കണ്ടപ്പോൾ ഈശോ ചോദിച്ചല്ലോ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുകയാണോ? കുർബാനയുടെ കാര്യത്തിൽ ഈശോ കടുംപിടുത്തം പിടിക്കുകയാണ്. നിങ്ങൾക്കും പോകാം,
നിങ്ങൾക്കും പോകാം. ഒരുപാട് പേര് പോയല്ലോ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? കർത്താവ് പറഞ്ഞ കാര്യത്തിൻ്റെ അകക്കാമ്പ് മനസ്സിലാക്കി പത്രോസ് പറഞ്ഞല്ലോ, നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ എവിടേക്ക് പോകും? ഞങ്ങൾ എവിടേക്ക് പോകും? ആരെല്ലാം നിന്നെ എതിർത്താലും ഞാൻ വിട്ടുപോവുകയില്ല. പത്രോസ് വലിയ വീരസ്യം പറഞ്ഞല്ലോ. ഇവരൊക്കെ പോയേക്കും, മറ്റ് 11 പേരും പോയേക്കും, ഞാൻ പോവുകയില്ല. പിലാത്തോസിന്റെ പ്രാത്തോറിയത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. പാറയായിരുന്നവൻ വെറും മണ്ണായിപ്പോയി, വെറും പൊടിയായിപ്പോയി. തള്ളിപ്പറഞ്ഞു ഈശോയെ. വല്ല കാര്യമുള്ള കാര്യത്തിനാണ് പിന്നെയും വേണ്ടുകയില്ല. എന്തിനാണ്, എവിടെയാണ് തള്ളിപ്പറഞ്ഞത്? അവിടെ മുറ്റപിടിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു പെണ്ണെന്തോ പറഞ്ഞപ്പോഴാണ്. നീ അവൻ്റെ കൂട്ടത്തിലില്ലായിരുന്നോ? ഈശോയുടെ കൂട്ടത്തിലുള്ളവനല്ലേ? ഞാനറിയല, കേട്ടിട്ടേയില്ല. പിന്നെ കരുത്തുള്ളൊരാണ്, ഒരു പുരുഷൻ ആ മുറ്റത്ത് പണിയുന്നുണ്ടായിരുന്നു. അവനും പറഞ്ഞു, നീ അവൻ്റെ കൂട്ടത്തിലുള്ളവനാണ്. പത്രോസ് പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ അറിയില്ല. പത്രോസ് കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഈശോയെ വിട്ടേച്ച് മാറിയിരുന്ന് തീകായികയാണ്. മൂന്നാമതൊരുവനും വന്ന് ചോദിച്ചു. അപ്പോഴും പത്രോസ് നിഷേധിച്ചു. പാറ പൂഴിയാവുകയാണ്, പാറയിൽ പായൽ പിടിക്കുകയാണ്, തെറ്റിപ്പോവുകയാണ്, ഉരുണ്ടു വീഴുകയാണ്, പിശാച് കയറി ആക്രമിക്കുകയാണ്. പക്ഷേ പിന്നീട് പത്രോസ് മനസ്തവിച്ച് പുറത്തുപോയി കരഞ്ഞ് കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിക്കുന്നത് നമുക്കറിയാം. പരിശുദ്ധ കുർബാന ഈശോ അവസാനം വരെ വിട്ടുവീഴ്ചയില്ലാണ്ട് നിന്നല്ലോ. അപ്പമെടുത്ത് സ്വന്തം കയ്യിൽ എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. അവനെ തന്നെ കൈകളിലെടുത്തു. നമുക്ക് ആർക്കെങ്കിലും, എനിക്ക് എന്നെ എൻ്റെ കയ്യിലെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ നിങ്ങളെ കയ്യിലെടുക്കാൻ? അവനെ തന്നെ കയ്യിലെടുത്തു. അപ്പമെടുത്ത്, ഇത് എൻ്റെ ശരീരമാണ്, ഞാൻ ഭക്ഷിക്കുന്ന ഒരു ആഹാരമെന്നല്ല, ഇത് ഞാനാണ്, എൻ്റെ ശരീരമാണ്. അതാണ് ആ പ്രബോധനത്തിൻ്റെ അകപ്പൊരുൾ. ഇത് എൻ്റെ രക്തമാണ്. നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച മുന്തിരിച്ചാറല്ല, നിങ്ങൾ ചുട്ടെടുത്ത അപ്പമല്ല, ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ്. നിങ്ങൾക്കും അറിയാം, പിന്നീട് സഭയിൽ വന്ന എല്ലാ വിഭജനങ്ങളും ഈ കാര്യത്തെക്കുറിച്ചാണ്. ഈശോയുടെ റിയൽ പ്രസൻസ്, പരിശുദ്ധ കുർബാനയിലുള്ള യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വഴക്കുകളായിരുന്നു. ദൈവശാസ്ത്ര മേഖലയിൽ ബെരൻഗാറിയൻ കോൺട്രവേഴ്സി എന്നെല്ലാം പറഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്ന കാര്യം അതാണല്ലോ. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാതെ വന്നപ്പോൾ, ഇത് ഈശോ തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ട് ഉള്ളിൽ കരുതാൻ പറ്റാതെ വന്നപ്പോഴുണ്ടായ പ്രയാസം, 16, 17, 18, 19 നൂറ്റാണ്ടുകളിലെല്ലാം നമ്മൾ കാണുന്ന പ്രയാസം, നമ്മുടെ ആളുകളുടെ പ്രയാസം, നമ്മുടെ പ്രയാസമാണ്, ഓരോ വിശ്വാസിയുടെയും പ്രയാസമാണ്. നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ലോ. പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും ഈശോ അണുവിട വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ കത്തോലിക്ക സഭയുള്ളത്. പരിശുദ്ധ കുർബാന വലിയ ഭക്തിയോടെ കരുതുന്ന ഓർത്തഡോക്സ് സഭകളുള്ളത്. ഈശോ വിട്ടുകൊടുത്തില്ല, അല്പം പോലും വിട്ടുകൊടുത്തില്ല. എല്ലാവരും പോയാലും ഈ നിലപാടിൽ നിന്ന് ഞാൻ മാറുകയില്ല എന്ന് ഈശോ പഠിപ്പിച്ച കാര്യം നമ്മളുടെയും ഹൃദയത്തിൽ നമുക്കുണ്ടായിരിക്കണം. തോമസ് അക്വീനാസ് പറഞ്ഞു, ഇൻ ദ യൂക്കരിസ്റ്റ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, ഈശോ തന്നെ പൂർണ്ണമായിട്ട്, ഇപ്സെ ക്രിസ്തുസ്, ഈശോ തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ. പൂർണ്ണ ദൈവത്വവും
പൂർണ്ണ മനുഷ്യത്വവും കലർപ്പ് കൂടാതെ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന. അത് ഈശോയാണ്, ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ്. ആദ്യകാല കൗൺസിലുകളിൽ നമ്മൾ പഠിപ്പിച്ചതും സഭ പഠിപ്പിച്ചതും പിന്നീട് നമ്മൾ ഈശോയുടെ തിരുപ്പിറവിയിൽ ക്രിസ്തുമസ്, എന്താണ് വാക്കിൻ്റെ അർത്ഥം? ക്രിസ്തേ മെസ്സെ എന്നാണ്. ഈശോയുടെ തിരുപ്പിറവിയുടെ ദിവസം നമ്മൾ അർപ്പിക്കുന്ന കുർബാന, അതാണ് ക്രിസ്മസ്, ക്രിസ്തേ മെസ്സെ. അന്ന് ഈശോ പൂർണ്ണ മനുഷ്യത്വം ധരിച്ചു എന്ന് നമ്മൾ പാടുമ്പോൾ, ഞായറാഴ്ച പാതിരാവിൽ നമ്മൾ ആ തിരുക്കർമ്മം ചെയ്യുമ്പോൾ അവിടെ തിരുസഭ അനുസ്മരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. സഹദീനന്മാർ ലാലാഹൂസ വൽനാശൂസ ലാപ്പൂലാങ്ക. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ഈശോയിൽ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും, ഏക രക്ഷകൻ. അതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മളെ സഭയായിട്ട് നിർത്തുന്നതും. ഈശോ പറഞ്ഞ വാക്കിന് ഒരു വ്യത്യാസവും ഒരിക്കലും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. നമ്മൾ പറയുന്ന ആളിൻ്റെ ആധികാരികത ആണല്ലോ. ഇവിടെ നിന്ന് ഞാൻ ഐ അറസ്റ്റ് യു എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? നിങ്ങളിരുന്ന് ചിരിക്കുകയുള്ളൂ. ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് കാണട്ടെ എന്ന് പറയും. നമ്മുടെ DSP ആണ് ഇവിടെ കയറുമെന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം പുറത്തു നിൽപ്പുണ്ട്. അദ്ദേഹമാണ് പറയുന്നെങ്കിൽ ഐ അറസ്റ്റ് യു എന്ന് പറഞ്ഞാൽ കാര്യം നടക്കും. അതാണ് ആധികാരികത. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ഇളകി മറിഞ്ഞ കടലിനോട് അടങ്ങുക, ശാന്തമാകുക, ഒന്ന് ഒതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് ഉറങ്ങിപ്പോയി. ഇബ്രാഹിം മുടിവാളം പറയുന്നതാണ്. കാറ്റ് പോലും ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കിടന്നിരുന്ന ഈശോയെ വിളിച്ച് ഉണർത്തിയപ്പോൾ കടൽ ഉറങ്ങിപ്പോയി. ലാസറിൻ്റെ തൂമ്പിൽ പോയി നിന്ന് ലാസറെ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. നമ്മളാണെ പേടിച്ചൊരു കുഴിമാടത്തിൻ്റെ അടുത്ത് പോലും ചെല്ലുകയല്ലോ. ഇനി എങ്ങാനും പുറത്ത് വന്നേക്കുമോ എന്നുള്ള പേടിയും കാണുമായിരിക്കും. എങ്ങാനും പുറത്ത് വന്നെങ്കിൽ നമ്മുടെ പണി തീർന്നല്ലോ. അതുകൊണ്ട് വളരെ വളരെ പേടിച്ച് ആളുകളൊക്കെ ഇപ്പോഴും ഈ നമ്മുടെ സ്വന്തം ആളുകളുടെ ടൂമ്പിലാണെങ്കിലൊക്കെ പോവുള്ളൂ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ട് വിശുദ്ധിക്ക് പോകുമ്പം വികാരിച്ചമാർ പറയാറുണ്ട്, എല്ലാ വീട്ടുകാരും അവരവരുടെ കുടുംബക്കല്ലറയുടെ മുമ്പിൽ പോയി നിൽക്കണം. പേടിയൊന്നും മാറട്ടെന്നേ. ആരും കാലെ പിടിച്ച് വലിക്കാൻ പോകുന്നില്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുകയുള്ളൂ. ബാലികയെ എഴുന്നേൽക്കുക. പെണ്ണ് ചാടി എഴുന്നേറ്റു. തലിത്താക്കൂമി, ബാലികയെ എഴുന്നേൽക്കുക. വാങ്ങി ഭക്ഷിക്കുക. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വാക്കുകളുടെ ആ പറയുന്ന ആളിനോട് വ്യത്യാസമൊന്നുമില്ലാതെ ഇപ്സും പാസും സഹിച്ച ഈശോയാണ് കുർബാന. കർണാടക പുണ്യവാളൻ ഇന്നലെ അച്ഛൻ സൂചിപ്പിച്ചു, പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും പിശാചുക്കൾ വന്നിരിക്കുമെന്ന് കർണാടക പുണ്യവാളൻ പറഞ്ഞിട്ടുണ്ട്. പിശാചുക്കൾക്ക് പോലും അത് മതി. ഇന്നലെ അച്ഛൻ പറഞ്ഞല്ലോ, കോൺസെക്രേറ്റ് ചെയ്ത ഒരു വിശുദ്ധ കുർബാന മതി അവർക്ക് പോലും. പിശാചുക്കൾ പോലും അതിന് ചുറ്റും ഇരിക്കുകയാണ്. എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞ ഒരച്ഛനുണ്ടെങ്കിൽ, ഒരു അൽമായനുണ്ടെങ്കിൽ, ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരെ വീഴിക്കാൻ വേണ്ടിയാണ്. ഇപ്സും ഭാസും സഹിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് എന്ന് വലിയ പണ്ഡിതന്മാർ പറയുമ്പോൾ നമുക്ക് വിട്ടുകളയാവുന്ന കാര്യങ്ങളല്ല ഇത് എന്ന് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ജെറൂസലമിലെ വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്, ഈശോയാണ് പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. പിന്നെ ഇത് അങ്ങനെ അല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എന്തു വിട്ടിത്തരമാണ്? എന്തിനാണിത് പറയുന്നത്? ഈ കോൺട്രവേഴ്സിയൊക്കെ അന്നുണ്ടായപ്പോഴും ജെറൂസലമിലെ സിറിൽ പറഞ്ഞതാണ്. ഈശോയല്ലേ പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ്. പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് അത് ഈശോയുടെ ശരീരമല്ല,
ഈശോയുടെ രക്തമല്ല എന്ന്. പിതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ച അതിവിശിഷ്ടമായ ചിന്തകളാണ് പരിശുദ്ധ കുർബാനയെ എന്നും നിലനിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു വൈദികൻ ഈശോയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. പാപം മോചിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് വൈദികൻ പറയുന്നത്? ബൈ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ഹു സാങ്ക്ടിഫൈസ് ദ റിപ്പൻഡന്റ് സിന്നേഴ്സ് യു ആർ അബ്സോൾവ്ഡ് ഓഫ് ഓൾ യുവർ സിൻസ് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. അതാണ് യു ആർ അബ്സോൾവ്ഡ്. ഒരു വൈദികൻ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാപം അവിടെ പുണ്യമായിട്ട് മാറുകയാണ്. എന്ത് വലിയ ഭാഗ്യമാണ്, എന്ത് വലിയ ഭാഗ്യമാണ്. എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ ഇവിടെ കുമ്പസാരിച്ചു, പാപമോചനം നേടി, മനസ്സിന് സ്വസ്ഥത കിട്ടി, മനസ്സിന് സമാധാനം കിട്ടി. അതെല്ലാം കർത്താവ് നമുക്ക് നൽകുന്ന വലിയ കൃപയാണെന്ന് ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിയണം. ഈ വലിയ നാളുകളിലൊക്കെ നമുക്ക് ദൈവം തന്ന ഒരു ഭാഗ്യവും അത്തരത്തിലായിരുന്നു എന്ന് നമ്മൾ കൃപയോടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നല്ല കുമ്പസാരം കഴിഞ്ഞ് ഈശോ ഒരു ഹൗസ് ക്ലീനിങ് നടത്തിയതാണ്. കുമ്പസാരം ഹൗസ് ക്ലീനിങ് ആണ്. നാം ആകുന്ന വീട് കഴുകി വൃത്തിയാക്കുകയാണ്. ഈശോ 10 കൽപ്പനകൾ എഴുതിയ ചാട്ടവാറ്, 10 നൂല് കൂട്ടിക്കെട്ടിയ ഒരു ചാട്ടവാറ് വെച്ച് നമുക്കിട്ടടിച്ചാൽ എത്ര അടി നമുക്ക് ഓരോരുത്തർക്കിട്ടും കിട്ടും എന്ന് മാത്രം എണ്ണി നോക്കിയാൽ മതി. അച്ഛൻ പറഞ്ഞല്ലോ ദൈവകൽപ്പനകളുടെ പ്രാധാന്യം. 10 കൽപ്പനകൾ കൊണ്ടാണ്, ആ ചാട്ടവാറാണ് ദൈവം നമ്മുടെ നേരെ ഉപയോഗിക്കുന്നത്. ദൈവകൽപ്പനകൾ അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ നമുക്ക് പത്രോസിനെ പറ്റിയ പോലെ ലോകത്തിൻ്റെ സന്തോഷമാകുന്ന തീക്കനലുകൾ കാണുമ്പോൾ നമ്മളിവിടെ പതറി വീണു പോവുകയാണോ? മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 4 പേര് ഒരു രോഗിയെ കട്ടിലെടുത്ത് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ 10,000-കണക്കിന് ആളുകളുള്ളപ്പോൾ ആ ചെറിയ വീടിൻ്റെ മുകളിൽ കയറി ആ മേൽക്കെട്ടി പൊളിച്ച് തട്ടുമാറ്റി ഈശോയുടെ മുമ്പിലേക്ക് ഒരു കട്ടിൽ ഇറക്കി കൊടുക്കുകയാണ്. 4 പേരാണ്. അവരുടെ ആ വിശ്വാസമേ. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈശോ ആദ്യം വിളിച്ച 4 ശിഷ്യന്മാരാണ് അവരെന്ന്. ഈശോ ആദ്യം വിളിച്ച 4 ശിഷ്യന്മാരാണ് ആ പണി ചെയ്തത്. ഈ രോഗിയെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവിനല്ലാതെ ഇതിനെ സുഖപ്പെടുത്താൻ പറ്റുകയില്ല. അവർ ചുമന്ന്, പണ്ടൊക്കെ നമ്മളങ്ങനെയായിരുന്നല്ലോ. ഞാൻ എൻ്റെ കൊച്ചുനാളിലൊക്കെ കണ്ടിട്ടുണ്ട്. രോഗം വരുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ കട്ടിലിൽ കിടത്തി ആശുപത്രിയിലേക്ക്, ഭരണങ്ങാനത്തുമൊക്കെ കട്ടിലേൽ എടുത്തുകൊണ്ട് പോവുകയാണ്. കട്ടിലേലാണ് കൊണ്ടുപോകുന്നത്. അതാണ് വിശ്വാസം. ഈ 4 പേര് നമ്മൾ ഓരോരുത്തരുമായിരിക്കണം. നമ്മൾ കുർബാനയിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക്, കുമ്പസാരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അമിതമായിട്ട് വിമർശനങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെയെല്ലാം കണ്ട് തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നടത്തേണ്ട ഒരു വലിയ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ 4 പേര് നിൽക്കുന്നത്. നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ മിഷൻ ഡിപ്പോളവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, മാതൃവേദിക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് രോഗികളെ നിങ്ങളെടുക്കുന്നു, കുളിപ്പിക്കുന്നു, അവരെ നോക്കുന്നു. നമ്മുടെ ആശുപത്രികളിലൊക്കെ എന്ത് വലിയ ശുശ്രൂഷകളാണ് നഴ്സുമാരും ഡോക്ടർമാരും എല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ കാര്യം അതൊരു സഭയാണ്. 4 പേര് ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് വലിയ ബലമാണ്. അവർക്ക് വീട്ടിൽ ചെന്നപ്പോൾ വേണമെങ്കിൽ പറയാമായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ താല്പര്യമില്ലാത്തവരൊക്കെ പറയാം, അതൊക്കെ വരുന്നത് ഇവിടെ ഒത്തിരി ആളുണ്ട്, ചൂടായിരിക്കും, വലിയ ആവിയാണ്, ഒരുപക്ഷെ മഴ പെയ്തേക്കും, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അവർ പോയില്ല. വലിയ ക്രൗഡ് കണ്ടപ്പോൾ അവർ മുകളിൽ കയറി. അവർക്ക് ഇട്ടേച്ച് പോകാമായിരുന്നു. ആ കട്ടിൽ സഹിത ആളിനെ അവിടെ വേണമെങ്കിലും വെച്ചിട്ട് പോകാമായിരുന്നു. ക്രൗഡൊക്കെ പോകുമ്പോൾ ഈശോ ഒന്ന് കണ്ടോട്ടെ. അവർ ചെയ്ത അധ്വാനം അതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ പ്രവൃത്തി അതായിരിക്കണം. പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ടും ഈശോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ
ഒരു വിഷമവും വരികയില്ല. കുർബാന വിട്ടുകളയരുത്. വലിയ വിരുന്ന്, ദൈവമായ പിതാവ് മകൻ്റെ കല്യാണ വിരുന്നിന് കൊടുത്ത വിരുന്നിലും ഒത്തിരി പേര് വന്നില്ല, പ്രതീക്ഷിച്ച ആൾ വന്നില്ല. വേലക്കാരെ വിട്ട് വഴിയിൽ നിന്നവരെയൊക്കെ വിളിച്ചു. അപ്പോഴും അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ വിവാഹവസ്ത്രമില്ലാതെ അവിടെ ഇരിക്കുന്നു. ഒരു വലിയൊരു സ്പോട്ട് ലൈറ്റ് പോലെ ആ ദൈവം അവൻ്റെ നേരെ നോക്കുകയാണ്. കല്യാണ വസ്ത്രമില്ലാതെ നിനക്കെങ്ങനെ ഇവിടെ വരാൻ പറ്റി? ഈ വിരുന്നിൽ, ഈ യൂക്കരിസ്റ്റിക് ആഘോഷത്തിൽ കല്യാണ വസ്ത്രമില്ലാതെ, കുർബാനക്കുപ്പായമില്ലാതെ നിനക്കെങ്ങനെ കുർബാന ചൊല്ലാൻ പറ്റുന്നു എന്നാണ് കർത്താവ് ചോദിച്ചത്. പാപാവസ്ഥയിൽ നിനക്കെങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നു? അതാണ് ഈശോ ചോദിച്ചത്. കല്യാണ വസ്ത്രമില്ലാതെ. നമ്മളിന്ന് എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവരും കുമ്പസാരിച്ച് ദൈവത്തിൻ്റെ കൃപ നേടി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അവർ വലിയ ദൈവികമായിട്ടുള്ള ആ സന്തോഷത്തിലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് ദൈവം തന്ന വലിയ ദിനങ്ങളായിരുന്നു ഈ 5 ദിവസങ്ങൾ. ധാരാളം പേര് വന്ന് പ്രാർത്ഥിച്ചു. നല്ല പ്രസംഗങ്ങൾ ഡൊമിനിക് നടത്തി. പണ്ഡിതരായ ഒറിജിൻ പറയുന്നൊരു കാര്യമുണ്ട്, ഹോമിലിയാണ്, സുവിശേഷ പ്രസംഗമാണ് മിശിഹായുടെ യഥാർത്ഥ പിറവി. മിശിഹായുടെ യഥാർത്ഥ പിറവി ഹോമിലിയാണ്. തിരുവചനം നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലാണ്. നമ്മൾ ദൈവവചനം പറയുമ്പോൾ അവിടെ ഒരു പിറവി, ദൈവത്തെക്കുറിച്ചുള്ളൊരു അറിവ്, ദൈവത്തെക്കുറിച്ചുള്ളൊരു അനുഭവം കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ എന്നതാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഹോമിലിയാണ്, സുവിശേഷ വ്യാഖ്യാനമാണ് മിശിഹായുടെ യഥാർത്ഥ പിറവി എന്ന്. ആ പിറവിയിലായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഇവിടെ പങ്കുചേർന്നത്. എത്രയോ തവണ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. ഈശോ നമ്മുടെ ഹൃദയത്തിൽ പിറവിയെടുത്തു. നമ്മളതിൻ്റെ ആഘോഷമായ സെലിബ്രേഷനാണ് ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ നടത്താനായിട്ട് പോകുന്നത്. അതാണ് പരിശുദ്ധ കുർബാന, ക്രിസ്റ്റ് മേശ്, പാതിര കുർബാന. അതാണ് ക്രിസ്മസ്. അന്ന് പറയുന്ന ഹോമിലി, അതാണ് പിറവി എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് നല്ല മനസ്സോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ അച്ഛൻ ഈ ദിവസങ്ങളിലെല്ലാം എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹം നൽകി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ദൈവവചന വ്യാഖ്യാനം, പരിശുദ്ധ കുർബാനയുടെ അർപ്പണം, മനോഹരമായ ഗീതങ്ങൾ, അങ്ങനെ സ്വർഗം താഴേക്കിറങ്ങി വന്ന ദിവസങ്ങളായിരുന്നു ഇതെല്ലാം. അച്ഛനെ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമായി. എനിക്ക് പേടിയുണ്ടായിരുന്നു, അച്ഛനെങ്ങാനും ഇനി ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ട് കേട്ട് മനസ്സിലാക്കി പങ്കെടുക്കേണ്ട അവസരങ്ങളെല്ലാം വന്നു പോകുമോ. അതിനൊന്നും ഇടവരുത്താതെ കർത്താവ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും നമുക്കിവിടെ നൽകി. വലിയ കൃപയായിരുന്നു. വചനം ഇവിടെ പെയ്തിറങ്ങി. അതൊന്നും നമ്മൾ മറന്നു പോകരുത്. അച്ഛൻ തന്ന വ്യാഖ്യാനങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കണം. പരിശുദ്ധ കുർബാനയും ആദ്യന്തം തിരുവചനമാണ്, വിശുദ്ധ പാരമ്പര്യമാണ്, ഈശോയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹനിധിയായ ഡൊമിനിക്കസിനെയും അച്ഛൻ്റെ ടീം അംഗങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി രൂപതയുടെ പേരിൽ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ രൂപതയിലെ യൂത്ത് SMYM-കാർ കൂടുതലായിട്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ആധികാരികമായ ഇടപെടലുകളും എല്ലാം അവർ ഈ നാളുകളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ വലിയൊരു തെളിവായിരുന്നു ഏതാനും ദിവസം മുമ്പ് നമ്മൾ നടത്തിയ കാരോൾ മൂവ്മെൻറ്റും നമ്മുടെ പല പട്ടണത്തിലുള്ള അവരുടെ സമ്മേളനവും എല്ലാം. അങ്ങനെ നമുക്ക് യൂത്താണ് എപ്പോഴും പരിശുദ്ധ പിതാവ് കൂടെ പറഞ്ഞ കാര്യം യൂത്ത്ഫുൾനെസ് ഓഫ് ദ ചർച്ചാണ്. സഭയുടെ യുവത്വം, അത് സഭ യൂത്ത്ഫുൾ ആകണമെങ്കിൽ കുർബാന നമ്മൾ കൊണ്ടു നടക്കണം, തിരുവചനം നമ്മൾ ജീവിക്കണം.
അപ്പോഴാണ് നമ്മൾ യൂത്ത്ഫുൾനെസ് എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് വരുന്നത്. ഇന്നിവിടെയുള്ള യൂത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വലിയൊരു സഹകരണം ഈ നാളുകളിലെല്ലാം ദിവസങ്ങളിലെല്ലാം നിങ്ങൾ നടത്തി. വെള്ളമരുതെങ്കിൽ അച്ഛൻ്റെ ടീമോടുകൂടി എത്താനത്ത് മോൺസിഞ്ഞോറുമായിട്ട് വളരെയേറെ അധ്വാനിച്ചു. ഇത് കൂടുതൽ ആളുകൾക്ക് വരാവുന്നതായിരുന്നു. വീട്ടിലിരുന്നുമൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളെ മനസ്സിലാക്കി നമുക്ക് വീട്ടിലിരുന്നാലും ഇത് കാണാനും കേൾക്കാനും എല്ലാം പറ്റുമെന്ന്. ധാരാളം പേര് നമ്മുടെ രൂപതയ്ക്കിൽ നിന്നും രൂപതയ്ക്ക് സമീപത്തു നിന്നുമെല്ലാം ഇവിടെ സന്നിഹിതരാണ്. ഈ വചന പ്രഘോഷണങ്ങളിലെല്ലാം അച്ഛൻ്റെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അത് നമുക്ക് പുതിയ ഉണർവ്, ഉന്മേഷം നൽകും. ഇപ്പോൾ ഇവിടെ യൂത്തിനെ സംബന്ധിച്ച ഏതാനും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ബേത്താനത്ത് മോൺസിഞ്ഞോർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേരുന്നു. തിരുപ്പിറവിയുടെ കുർബാനയിൽ നിന്ന് ആരും വിട്ടുമാറി നിൽക്കരുത്. ക്രിസ്മസിൻ്റെ ദിവസം കുർബാന കാണാത്തവരായിട്ട് പങ്കെടുക്കാത്തവരായിട്ട് ആരും നമ്മുടെ രൂപതയിലുണ്ടാകരുത്. എല്ലാവരും പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതാണ് ക്രിസ്മസ്. അങ്ങനെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടട്ടെ. ഈശോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.